നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി പിടികിട്ടിട്ടുണ്ടാവും. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് തമ്പനയിലാണ് ഇപ്പൊ പിടികിട്ടിട്ടുണ്ടാവും. പിന്നെ കോസ്റ്റ്യൂം ഒന്നും മാറാൻ നിന്നില്ല. എന്തായാലും ഇതോടുകൂടി തന്നെ സ്റ്റ്യൂവിന്റെയും ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഈ സ്റ്റ്യൂ തയ്യാറാക്കി നോക്കുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇത് വെച്ച് എങ്ങനെ സ്റ്റ്യൂ തയ്യാറാക്കും അത് ചിന്തിക്കാതെ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്ക്. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ എൻ്റെ ഒറ്റ റെസിപ്പീസ് ട്രൈ ചെയ്തതിലും വേണ്ടിയില്ല, അമ്മച്ചിയുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് അതൊരു നഷ്ടമായിരിക്കും. 100% ഞാൻ പറയുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് ഇഷ്ടാവും. പിന്നെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കുറുമയൊക്കെ തയ്യാറാക്കാം കേട്ടോ. എന്തായാലും ഞാൻ സസ്പെൻസ് കളയണില്ല, നിങ്ങൾ വീഡിയോ കണ്ടോ. അപ്പൊ അതിൽ എന്താ ഇൻഗ്രീഡിയന്റ് നമുക്ക് പിടികിട്ടും. പിന്നെ ഇത് എന്താ പറഞ്ഞോണ്ടിരുന്നത്, കുറുമ. ഇത് വെച്ചിട്ട് നമുക്ക് കുറുമ തയ്യാറാക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള റെസിപ്പീസ് വീണ്ടും ഇടാം. അമ്മച്ചിയുടെ സ്പെഷ്യൽ ഈസി റെസിപ്പീസ്. ബിക്കോസ് അമ്മച്ചി ചെയ്യണതെല്ലാം ഈസി റെസിപ്പീസ് ആണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ. കാരണം കാലത്ത് വീട്ടിൽ അപ്പച്ചന് ഇഡ്ഡലി, ദോശ, ചമ്മന്തി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. മീനും ചോറും ഇത് മാത്രമേ വേണ്ടു വീട്ടിൽ. അപ്പൊ അപ്പച്ചന് മീനും ചോറും അങ്ങനത്തെ കറികൾ ഉണ്ടാക്കണം. ഞങ്ങൾക്ക് ഇത് ഇത്തിരി ഉണ്ടാക്കി തരും കാലത്ത് എന്തെങ്കിലും. അപ്പോൾ എല്ലാ പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേറെ. അപ്പൊ ഒക്കെ കൂടി ആകുമ്പോൾ അമ്മച്ചി ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാറും മിക്കതും. അപ്പോൾ അമ്മച്ചിയുടെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പീസും ഈസി ആണ്. അപ്പൊ അതിലുള്ള ഒരു റെസിപ്പിയാണ് ഈ സ്റ്റ്യൂ എന്നുള്ളത്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക, റെസിപ്പി കണ്ടോക്ക് കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്റ്റ്യൂ വെക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അമ്മച്ചി സ്പെഷ്യലാണ്. ഞാൻ ഒരു പാത്രത്തിൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തേക്കണേ. ആ വെളിച്ചെണ്ണ ചൂടായി വരണോട് കൂടിയിട്ട് 3 ഏലക്കായ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങുള്ളൂ. ഏലക്കായ മാത്രം ചതച്ചാൽ മതി കേട്ടോ. പിന്നെ ഇത് വഴനയില, ഇത് നിർബന്ധമില്ല കേട്ടോ. അത് ഞാൻ എൻ്റെ ഉണ്ടായിരുന്നുകൊണ്ട് ചേർക്കാന്ന് മാത്രം. വഴനയില, പിന്നെ ഇതേ ഒരു 2 കഷ്ണം ഉള്ളൂ ചെറുത് പട്ട, പിന്നെ ഗ്രാമ്പു എണ്ണീട്ട് ഒരു 4 എണ്ണം, പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കോല ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4-5 മണി കുരുമുളക് ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് മുഖത്തേക്ക് പൊട്ടി വരും, അതൊന്ന് നോക്കിക്കോളൂ. നല്ല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കുഞ്ഞ് സവോള ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുത് മതി. ചെറുതാണെങ്കിൽ ഒരെണ്ണം ചേർക്കാം, വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ. പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചി ഒരു ഇത്രയും നീളമുള്ള കഷ്ണം ഞാൻ കൊത്തി എരിഞ്ഞതാണ് കേട്ടോ. ഇഞ്ചി, പച്ചമുളക് ഒരു 4 എണ്ണം ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്, സവോളയും. ഈ നേരത്ത് ഇഞ്ചിയുടെ പച്ചക്കുത്ത് പോണട്ടോ, അല്ലെങ്കിൽ ഒരു വേറെ രുചി വരും. ഒരു ടീസ്പൂണ് മതി, അധികം ഒന്നും വേണ്ട. 1 ടീസ്പൂണ് മല്ലിപ്പൊടി. അതിങ്ങനെ നിറച്ചെടുക്കണ്ട കേട്ടോ. ഇങ്ങനെ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടണ്ട. 1 ടീസ്പൂണ് മല്ലിപ്പൊടി. വേറെ ഒന്നും വേണ്ട, നമുക്ക് ഈ മല്ലിപ്പൊടി മാത്രം മതി. ഒന്ന് മൂക്കട്ടെ കേട്ടോ. അപ്പൊ ഇനി ഇതാണ് നമ്മ പറഞ്ഞ നടൻ. മനസ്സിലായ? ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ. പരിപ്പ്, നമ്മുടെ തോരപ്പരിപ്പ്. ഇത് തൃശ്ശൂർക്കാരുടെ എല്ലാ വീടുകളിലും ഉണ്ടാവും മിക്കതും. ഇത് ഉണ്ടാവാത്ത വീടുകൾ ഉണ്ടാവില്ല. തൃശ്ശൂരിൽ നിന്നല്ല, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. പക്ഷെ തൃശ്ശൂർ ഈ പരിപ്പ് കുത്തി കഴിച്ചിട്ട് ഇത്തിരി കൂടുതലാന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ആ പരിപ്പാണിത്. ഇത് വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. ഇത് ഉണ്ടാവും നോക്കേണ്ട ആവശ്യം കൂടി ഇല്ല. ഇത് എപ്പോഴും ഇവിടെ വീട്ടിലുണ്ടാവും. ഇത് 1/2 കപ്പ് പരിപ്പ് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചതാണ്. ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. വെന്തുടഞ്ഞാലും പ്രശ്നമില്ല കേട്ടോ. വേവാതിരിക്കരുത്, വെന്തുടഞ്ഞാലും പ്രശ്നമില്ല. ഇതുപോലെ ലൂസായിരിക്കണം കേട്ടോ. കട്ടയായിട്ടായിരിക്കണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ലൂസ് പരിവം ആക്കിയെടുത്തോളൂ. എന്നിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട് മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുന്നോട് കൂടി നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കേട്ടോ. 2ാം പാലാണ് ഞാൻ ചേർത്തേക്കുന്നത്. 1 കപ്പ് തേങ്ങാപ്പാൽ 2ാം പാലാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം തിളക്കട്ടെ കേട്ടോ. ഇത് നല്ല ഒന്ന് തിളച്ച് വരണം. ഒന്ന് തിളച്ചാൽ മതി, പെട്ടെന്ന് ആയിക്കോളും. നിങ്ങളിത് വിചാരിക്കുന്നുണ്ടാവും ഇതുകൊണ്ട് എന്തൊരു രുചി ഉണ്ടാവുകയെന്ന്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്ക്. നിങ്ങൾ കൈ കൂട്ടി കടിക്കും ടേസ്റ്റ് കൊണ്ട്. അത്രയും രുചിയാണ്. ഞാൻ 100% ഉറപ്പ് പറയണു. വേറെ ഒരു സാധനങ്ങളും വേണ്ട, നമുക്ക് ഇത്രയും മാത്രം മതി. അടിപൊളിയായിട്ട് സ്റ്റ്യൂ തയ്യാറാക്കാം. വളരെ എളുപ്പമല്ലേ ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇത് എപ്പോഴും നമ്മുടെ വീട്ടിൽ പരിപ്പുള്ളതാണ്. അപ്പൊ എപ്പോഴും ചെയ്യാം. ഇതിപ്പോ കുതിർത്തിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇനി ഇതുകൊണ്ട് തന്നെ കുറുമയും തയ്യാറാക്കൂട്ടോ. അതിന്റെ വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. അപ്പൊ ഇതേ അതൊന്ന് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഒരു 2-3 മിനിറ്റായി തിളയ്ക്കണം. ആ നേരത്തെ ഇതിലോട്ടൊരു 1 ടീസ്പൂണ് ഇതുപോലെ 1 ടീസ്പൂൺ കേട്ടോ. എന്തായാലും വേണം, കുറവ് എടുക്കണ്ട. 1 ടീസ്പൂൺ എന്തായാലും എടുത്തോ പഞ്ചസാര. നമ്മളിതില് ക്യാരറ്റും ബാക്കിയുള്ള പച്ചക്കറികളൊന്നും അധികം ചേർക്കണില്ലല്ലോ. അപ്പൊ ആ ഒരു
സ്റ്റ്യൂവിന് ഒരു ചെറിയൊരു മധുരമേ ഉണ്ടാവൂല്ലോ എപ്പോഴും. അത് കറക്റ്റായിട്ട് വരാനാണ് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിതേ പഞ്ചസാര ഒരു 1/2 ടീസ്പൂൺ കൂടി, അതായത് ടോട്ടൽ ഇപ്പോൾ 1.5 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മധുരമോ വന്നാലാണ് കറക്റ്റ് ആ രുചി വരുള്ളൂ. അത് നിങ്ങൾ ആദ്യം 1 ടീസ്പൂൺ ചേർത്തിട്ട് നമുക്കത് മതിങ്ങി പിന്നെ ചേർക്കണ്ട. പക്ഷെ എനിക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി വേണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചേർത്തത് കേട്ടോ. ഈ പരിവാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് നല്ല കട്ടിപ്പാല്, 1-ാം പാല്, 1/2 കപ്പ് 1-ാം പാല് അത് ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 1-ാം പാല് ഒന്ന് തിളയ്ക്കണം. അധികം തിളയ്ക്കണ്ട കേട്ടോ, പിരിയും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അവിടെ ഇവിടെ ഓരോ കുഞ്ഞു കുഞ്ഞു തിളകൾ വന്നാൽ മതി. അപ്പം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് ഇരിക്കും തോറും, ഇതിപ്പോൾ നിങ്ങൾക്ക് ലൂസായി തോന്നുന്നുണ്ടാവും ചിലപ്പോൾ, പക്ഷെ ഇത് ഇരിക്കും തോറും പരിപ്പല്ലേ നല്ല നമുക്ക് കുറുകി വരും. ഇത് 1-2 തിള തിളച്ചാൽ മതി. ഈ ഒരു പരുവത്തിന് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറുകി പോവും. അപ്പം അത് ശ്രദ്ധിച്ചോളൂ. 1-ാം പാല് ചേർത്തിട്ട് തിള വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ഇവിടെ ഇരുന്നിട്ട് ഇത് സെറ്റ് ആയിക്കോളും. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇത്തിരി പച്ചവെളിച്ചെണ്ണ മീത് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വയ്ക്കുക ഒരു 10 മിനിറ്റ്, എന്നിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്തിടുന്നുണ്ട് കേട്ടോ. അതിടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് നെയ്യിൽ. അത് ചെയ്ത ഒരു ഇത്തിരി കൂടി ടേസ്റ്റ് കൂടും. ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. പിന്നെ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇത്തിരി മധുരം മുന്നിൽ ഇങ്ങനെ വരണം, എന്നാലാണ് ഈ ഒരു സ്റ്റ്യൂവിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതും ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്കിത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ മൂപ്പിച്ചിരുന്നത് നല്ലൊരു പ്രത്യേക ഒരു മണവും കിട്ടും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പറ്റുകയാണെങ്കിൽ ഇത് ചെയ്തോളോ. ഇനി ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ എന്ത് നല്ല മണാന്നറിയാം. ഇവിടെ നെയ്യിൽ ഇതും കൂടി മൂപ്പിച്ചിട്ടപ്പോ പറയാൻ പറ്റണില്ല, ഇങ്ങനെ കടിച്ചു വാതി തിന്നാൻ തോന്നുന്നത്. അത്രയും നല്ലൊരു മണാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. സത്യമായിട്ട് എനിക്ക് കൊതിവെള്ളം ഇറങ്ങി. ഇതേ ഇപ്പം ഞാൻ കൊതിവെള്ളം ഇറക്കി. സത്യം പറയണം, അത്രയും മണം വരുന്നുണ്ട്. ഇതെല്ലാവരും തയ്യാറാക്കി, പറയാൻ പറ്റണില്ല മണം കൊണ്ട് വായിൽ വെള്ളം വരുമോ. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് ചൂടോടെ മൂടി വെച്ചാലാണ് കറക്റ്റ് നമുക്ക് ആ മണം അതിലേക്ക് പിടിച്ചു കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മൂടി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം, മറക്കരുത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് 100% നിങ്ങൾക്ക് ഇഷ്ടമാവും, ഞാൻ ഉറപ്പ് പറയണം. അപ്പം നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചിത്രൂസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഇതേ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വന്നത് കണ്ടോ, അതിലും ഒന്ന് ടച്ച് ചെയ്യണേ. എന്നാലാണ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.